തുടങ്ങിയോ ആക്ച്വലി ഓൾറെഡി ചുമ്മാ ഒരു 2 വർഷം എംബ്രാൻ കണ്ടായിരുന്നോ? എംബ്രാൻ നോയമ്പായി കാണാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കുറെ റിവ്യൂസും അതിന്റെ വാദങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഞാനപ്പോ അതില് ഞാൻ സിനിമ വെച്ചിട്ട് വ്യക്തിഗത ഞാൻ പുതിയൊരു പടം ഉണ്ട്, തമിഴ് മൂവി ഉണ്ട്. തമിഴ് മൂവിയില് മലയാളം മൂവി ഉണ്ട്. ഓക്കെ. എംബ്രാൻ കണ്ടായിരുന്നോ? ഇപ്പം നമ്മളിന്ന് പെരുന്നാളായിരുന്നു, ഞാൻ കാണുമെന്ന് ചോദിച്ചു. പക്ഷെ അതിന്റെ കൂടെ കോൺട്രവേഴ്സികൾ ഏതോ മതത്തെ ആറ്റി പറഞ്ഞിട്ടാണെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ആ സിനിമ കണ്ട ആളുകൾ അതിൽ പറഞ്ഞ അതൊരു മതം എന്ന് പറഞ്ഞ സാധനം അതിലില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കുക, അതാണ് സിനിമ. ഒരു വ്യക്തിയുടെ ക്രിയേഷനാണ് സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ 2-3 വ്യക്തികളുടെ ക്രിയേഷനാണ് സിനിമ. അപ്പൊ അതിന്റെ പേരിൽ ലെജൻഡായുള്ള ലാലേട്ടനും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജ്, പാൻ ഇന്ത്യൻ ലെവലാണ് ഒരു ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടവും നടന്ന കൂടിയാണ് പൃഥ്വിരാജ്. അവരൊക്കെ ഒരു പക്ഷം ആളുകളോട് മാപ്പ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അതൊരു വിയോജിപ്പില്ലാത്ത കാര്യമാണ്. കാര്യം സിനിമയായിട്ട് കാണുക. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ റീൽ കാണുന്ന കാര്യങ്ങൾ റിയൽ അല്ല. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാലും വലിയൊരു തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണുന്നു, അത് സിനിമയായിട്ട് മാത്രമേ കാണാമുള്ളൂ. അതിൽ എഴുതി തന്നെ കഥാപാത്രങ്ങളും അതിലുള്ള സിറ്റുവേഷൻ എല്ലാം യാദൃശ്യം മാത്രമാണെന്ന് സിനിമയിലൂടെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കുറെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു. ഞാനൊരു വിയോജിപ്പുണ്ട്. ഞാൻ സിനിമ കണ്ടില്ല, സിനിമയുടെ അഭിപ്രായം പറയാൻ ഞാനൊരു സിനിമ അഭിപ്രായം പറയുന്ന വ്യൂവറൊന്നല്ല. സിനിമ കണ്ട് അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. സിനിമ എൻജോയ് ചെയ്യുന്നത്, അതിപ്പോൾ നല്ല സിനിമയാണെങ്കിലും മോശം എല്ലാ സിനിമയും ഹാർഡ് വർക്ക് ഉള്ളതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആൾ, സിനിമയെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളായതുകൊണ്ട് ഞാൻ സിനിമകളെല്ലാം കാണാറുണ്ട്. എല്ലാ സിനിമയും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാർഡ് ഒന്നും ഞാൻ നോക്കാറില്ല, എല്ലാ പടങ്ങളാണ്. ഇപ്പോ എല്ലാരും പറയുന്നത് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ അത് ക്രിയേറ്റേഴ്സ് ഫ്രീഡം എന്ന രീതിയിലായെന്ന് പറഞ്ഞായിരുന്നു സിനിമ ഇറങ്ങിയപ്പോ, ബോയ്ക്കോട്ട് സംഭവം വന്നപ്പോ. ഈ സിനിമയും ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറാണല്ലോ, അത് ഡയറക്ടറല്ല, അദ്ദേഹമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പണ്ട് അൻവറിന് മൂവി ചെയ്തിട്ടുണ്ട്. അൻവർ, ഞാൻ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം നന്നായി ചെയ്യുന്നതുകൊണ്ട് അതിൽ കാണാം അൻവറിലെ ആ ഒരു ചെക്ക് ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം തീവ്രവാദിയാണെന്നും ഈ പറഞ്ഞ ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മുതൽ, അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് ഒരു ഹിന്ദുവാണ്, ഇതിൽ അഭിനയിച്ച ലാലേട്ടൻ ഒരു ഹിന്ദുവാണ്, ഇതിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഇതില് ക്യാമറമാനും ഹിന്ദുവാണ്. ഇതിലെന്താണ് ഇവർ ഈ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സിനിമയായിട്ട് കാണുക എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. വേറെ പിന്നെ ഇതിനിടയിൽ വന്ന് ഇപ്പം എന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ് എന്നെപ്പറ്റി പറയും ഞാനൊരു വർഗീയതവാദിയാന്ന് പറയും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാഹുലാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വർഷങ്ങളായിട്ട് സുഹൃത്ത് ശരത്ത്, എൻ്റെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ. എനിക്ക് ജിമ്മുണ്ട്, അതിൽ 90% ആൾക്കാരും വേറെ മതക്കാരാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുക. നമ്മൾ എല്ലാ മതക്കാരും ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും പെരുന്നാൾ, ഇന്ന് എൻ്റെ വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ച ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, ഹിന്ദു മതത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു വർഗീയത നമ്മളുടെ ഇടയിൽ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വർഗീയതയാണെങ്കിൽ അത് കേരളത്തിൽ വച്ചുപുറപ്പിക്കില്ല. അവരുടെ യങ്സ്റ്റേഴ്സൊക്കെ ഇതിനെതിരെ നല്ലോണം പ്രതികരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഇന്ത്യനാണ്, പ്രൗഡ് ടു ബി ആം ഇന്ത്യൻ. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഇന്ത്യനാണെന്ന് പറയുന്ന ആളാണ്. ഈ 17 സീനോളം കട്ട് വരണ്ടെന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം തൊട്ട്. അപ്പൊ ഇനി കാണാൻ പോകുമ്പോ ആ ഒരു ഭാഗം കാണാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സിനിമ ഇപ്പോഴാണല്ലോ അവർ അങ്ങനെ ചെയ്യാൻ പേടിച്ചിട്ടല്ലേ, ഇവിടെയുള്ള വർഗീയതവാദികളെ പേടിച്ചിട്ടാണല്ലോ, വർഗീയത ഇങ്ങനെ പുലമ്പുന്ന ആളുകൾ പേടിച്ചിട്ടാണല്ലോ ഈ 17 സീൻ കട്ട് ചെയ്തത്. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ ഇത്രയും മതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുലമ്പുന്നത്? മരിക്കുമ്പോൾ മതം കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലില്ല. ഒരു വ്യക്തിയെ ഒരു തുണിയിൽ പൊതിഞ്ഞ് നമ്മള് അടക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ കത്തിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് ഈ മതത്തെ പറ്റി പറയുന്നത്? ഞാൻ വിയോജിപ്പുള്ള ആളാണ്. ഞാനൊരു മുസ്ലിം ഒരു മുസൽമാനായിട്ട് ജനിച്ചു. ആ സമൂഹത്തിൽ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പുലമ്പേണ്ട ആവശ്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഉണ്ടാവും. നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക, സിനിമയായിട്ട് കാണുക എന്നതാണ്. ഓക്കെ, താങ്ക് യു.